നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ട സിപിഎമ്മിൽ നേതൃത്വത്തിനെതിരെ ഉള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുയരുന്നു. പിണറായി വിജയന്റെയും എം.വി. ഗോവിന്ദന്റെയും നിലപാടുകൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ തുറന്ന വിമർശനം സജീവമായിരിക്കുകയാണ്. ഭരണം നഷ്ടപ്പെട്ടതോടെ മുൻപ് നിശബ്ദരായിരുന്ന പല നേതാക്കളും ഇപ്പോൾ പരസ്യമായി എതിർസ്വരം ഉയർത്തുന്നതാണ് കാണുന്നത്. എം.എ. ബേബിയുടെ പിന്തുണയോടെ സിപിഎമ്മിൽ പി. രാജീവ്, എം. സ്വരാജ് എന്നിവർ മുൻനിരയിൽ നിൽക്കുന്ന ഒരു തിരുത്തൽ വിഭാഗം പാർട്ടിക്കുള്ളിൽ തന്നെ രൂപപ്പെട്ടുവെന്നാണ് സൂചന. ഇ.പി. ജയരാജൻ, പി. ജയരാജൻ എന്നിവരുടെ പിന്തുണയും പിന്നിൽ ഇവർക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായൊരു നീക്കം ഈ അടുത്ത് നടന്നതായിട്ടുള്ളത് ഓർത്തെടുത്ത് പറയേണ്ടതാണ്. ജൂൺ 26-27 തീയതികളിൽ ഡൽഹിയിൽ വെച്ച് നടന്ന പോളിറ്റ് ബ്യൂറോ യോഗം ഒരു തിരുത്തൽ രേഖ അഥവാ റെക്ടിഫിക്കേഷൻ ഡോക്യുമെന്റ് അന്തിമമാക്കിയിട്ടുണ്ട്. 15 വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരമൊരു രേഖ തയ്യാറാക്കുന്നത്. ഇത് ജൂലൈ 11, 12, 13 തീയതികളിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറും. തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ സീറ്റ് നിലയിലുണ്ടായ ഇടിവ് ഞെട്ടിക്കുന്നതാണ്. ഒറ്റയടിക്ക് 62-ൽ നിന്നും 26 സീറ്റിലേക്ക് കൂപ്പുകുത്തി. കേരളത്തിലെ 10 വർഷത്തെ ഭരണം നേതാക്കളിൽ പാർലമെന്ററി ഭ്രമം വളർത്തിയെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ജി. സുധാകരൻ, ടി. കെ. ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ എന്നിവരെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ പാർട്ടി വിടൽ ഗുരുതരമായ വീഴ്ചയായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് സീറ്റ് ഉറപ്പാക്കാൻ ചില നേതാക്കൾ നടത്തിയ ശ്രമങ്ങളും ഗുരുതരമായ വീഴ്ചയായി കേന്ദ്ര നേതൃത്വം തന്നെ വിലയിരുത്തി കഴിഞ്ഞു. തളിപ്പറമ്പിൽ എം.വി. ഗോവിന്ദൻ ഭാര്യയ്ക്ക് സീറ്റ് നൽകിയ വിവാദം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിനിടെ കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തോൽവിയുടെ കാരണങ്ങൾ തുറന്നു പറഞ്ഞതും ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട്. താഴെത്തട്ടിലെ വീഴ്ചകളും പ്രചാരണത്തിലെ പിഴവുകളും ഒരുപോലെ കാരണമായെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് പോളിറ്റ് ബ്യൂറോ സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. പിണറായിക്കും ഗോവിന്ദനും നേരെയുള്ള നേരിട്ടുള്ള വിമർശനം ഒഴിവാക്കിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് ആരോപണം. നേതൃമാറ്റം വേണമെന്ന ആവശ്യം ബ്രാഞ്ച് തലം മുതൽ പോളിറ്റ് ബ്യൂറോ വരെ ഉയർന്നിട്ടും ഇതുവരെ കേന്ദ്ര നേതൃത്വം അതിന് തയ്യാറായിട്ടില്ല. ജൂലൈ 11 തുടങ്ങുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം സിപിഎമ്മിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക യോഗമായി മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.